തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ മുല്ലക്കര മുളയം റോഡ് ജംഗ്ഷനിൽ ഡോൺ ബോസ്കോ സ്കൂളിന് മുന്നിൽ ദേശീയപാത ഇരുമ്പുവേലി കൊണ്ട് കെട്ടിയടച്ചു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് മേഖലയിൽ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശപാത നിർമ്മിക്കണമെന്ന് ഏറെക്കാലമായി വിദ്യാർത്ഥികളും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആകാശപാത സ്ഥാപിക്കാതെ ഉണ്ടായിരുന്ന നടവഴി ഇരുമ്പുവേലി കൊണ്ട് കെട്ടിയടച്ചതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദുരിതത്തിലാണ്. റിപ്പോർട്ട് കാണാം. ദേശീയപാതയിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് റോഡ് മുറിച്ചു കടക്കുന്ന ഭാഗങ്ങളിൽ ഈ കാണുന്ന ഇരുമ്പുവേലി കൊണ്ട് റോഡുകൾ കെട്ടിയടച്ചത്. ഇതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം 2 അടി ഉയരത്തിലുള്ള വേലികൾ ചാടിക്കടന്നു വേണം റോഡ് മുറിച്ചു കടക്കാൻ. ഇരുമ്പുവേലിയൊന്ന് ചാടിക്കടക്കാൻ പെടാപ്പാടുപെടുകയാണ് കുട്ടികൾ. ഉയരം കുറവുള്ളവരാകട്ടെ സ്കൂൾ ബാഗ് ഇരുമ്പുവേലിക്കപ്പുറത്തെ സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് ഏറെ പ്രയാസപ്പെട്ടാണ് മുറിച്ചു കടക്കുന്നത്. ചൊവ്വാഴ്ചയാണ് 6 വരിപ്പാതയെ വേർതിരിക്കുന്ന ഭാഗം വിവിധയിടങ്ങളിൽ ഇരുമ്പുവേലി കൊണ്ടടച്ചത്. സ്പീഡ് ട്രാക്കിൽ നിന്ന് സ്പീഡ് ട്രാക്കിലേക്ക് 6 വരിപ്പാതയുടെ മധ്യത്തിൽ ഇരുമ്പുവേലി മറികടക്കാൻ വേണ്ടി കുട്ടികൾ കാത്തുനിൽക്കുന്നതും സ്പീഡ് ട്രാക്കിലാണ്. അപകടകരമായ രീതിയിൽ ഇരുമ്പുവേലി ചാടിക്കടന്ന് ചെല്ലുന്നതും എതിർഭാഗത്തെ സ്പീഡ് ട്രാക്കിലേക്ക്. റോഡിലെവിടെയും സ്കൂൾ ഉണ്ടെന്ന സൂചനാ ബോർഡോ വേഗനിയന്ത്രണ ബോർഡുകളോ ഇല്ല. ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഈ നാട്ടുകാർ മുഴുവനും ഉപയോഗിച്ചിരുന്ന ഒരു ഓപ്ഷൻ, ഈ റോഡ് ക്രോസ് ചെയ്യാനുണ്ടായിരുന്ന ഓപ്ഷൻ ഇപ്പോൾ ഒരു മുന്നറിയിപ്പും കൂടാതെ അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഹൈവേ ക്രോസ് ചെയ്യാനുള്ളത് ഒരേ ഒരു ഓപ്ഷൻ സ്കൈ വാക്കാണ്. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. മുല്ലക്കര മേഖലയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയുണ്ടായ വിവിധ അപകടങ്ങളിൽ സ്കൂൾ ജീവനക്കാരി ഉൾപ്പെടെ 4 പേർ നിലവിൽ മരിച്ചിട്ടുണ്ട്. 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ചെറുതും വലുതുമായ 13 അപകടങ്ങളാണ് 12 മാസത്തിനിടെ ഇവിടെ നടന്നത്. ഈ ഡോൺ ബോസ്കോയിലത്തെ ഒരു സ്റ്റാഫ് മരിച്ചു, അപ്പോഴും പാലല്ല. പാലം പണിയാന്ന് മാത്രം തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇവിടുത്തെ നേതാക്കന്മാരും എല്ലാവരും പറയുന്നത്. പാലം ഇന്ന് വരെ വന്നിട്ടില്ല. ഈ ഫ്ലൈ ഓവർ പണിയാം, നമ്മുടെ പതിനേങ്ങര പടന്തമാരത്തെ എല്ലാം പണിയാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനൊരു മറുപടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. മുളയം കൊഴുക്കുള്ളി മേഖലകളിലേക്കുള്ള പ്രധാന പാതയും നടത്തറ കൂട്ടാല മേഖലയിലേക്കുള്ള വഴിയും മുല്ലക്കര ജംഗ്ഷനിലാണ്. ദേശീയപാത മുറിച്ചു കടക്കേണ്ടത് മേഖലയിൽ അത്യാവശ്യമാണ്. ആകാശപാത നിർമ്മിക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പെങ്കിലും നിലവിൽ നിർമ്മാണം പോലും ആരംഭിച്ചിട്ടില്ല. നമുക്കിവിടെ ആകാശപാത വേണമെന്നാണ് മെയിനായിട്ട് വയ്ക്കുന്ന തീരുമാനം. അത് നടപ്പിലാക്കി കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. അതിനുവേണ്ടി മുൻകിട്ട് പ്രയത്നിക്കാൻ നമ്മൾ എപ്പോഴും തീരുമാനിച്ച് മുൻകിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അനധികൃതമായി ദേശീയപാത മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ദേശീയപാത അടച്ചുകെട്ടിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ആകാശപാത നിർമ്മിക്കാതെ ദേശീയപാത അടച്ചുകെട്ടിയത് തലതിരിഞ്ഞ നടപടിയാണെന്നാണ് വിമർശനം. ഇരുമ്പുവേലികൾ പൊളിച്ചു നീക്കുക എന്നതല്ല ശാശ്വത പരിഹാരം. ആകാശപാത നിർമ്മിച്ച സുരക്ഷിതവും സുഗമവുമായ യാത്രാ സൗകര്യം ഒരുക്കുകയാണ് വേണ്ടത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇരുമ്പുവേലി ചാടിക്കടന്ന് സ്കൂളിലെത്താൻ പാടുപെടുകയാണ് വിദ്യാർത്ഥികൾ. ചെറുതും വലുതുമായ 13 അപകടങ്ങളാണ് 1 വർഷത്തിനിടെ ഇവിടെ നടന്നത്. ദേശീയപാത മുറിച്ചു കടക്കേണ്ടത് മേഖലയിൽ അത്യാവശ്യവുമാണ്. ആകാശപാത നിർമ്മിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതുമാണ്. എന്നാൽ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ് കിടക്കാൻ, പേടിയാ. നേരത്തെ സാധാരണ ഇവിടെ കട്ടിങ് ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോഴുണ്ടായിരുന്നു. വണ്ടി കൂട്ടുകാരിനെ വണ്ടി അടിച്ച ഒന്നേ ഈ ഇത് പറഞ്ഞില്ലേ മേൽപ്പാത വരെ അത് വരണം. അത് ഇത്ര കുറെ കാലം ഇത് തിരികെ വന്നിട്ടില്ല. അല്ലെ പിന്നെ ഇത് മാറ്റിയാൽ ഞങ്ങൾക്ക് കടക്കാനുള്ള എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെയും നിർത്താ പോലീസുകാർ അങ്ങനെ ആദ്യത്തെ 2 ദിവസം ഉണ്ടായിരുന്നു സ്കൂളിൽ തുടങ്ങിയപ്പോ. അല്ലാണ്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടെ എന്റെ കാലടിച്ചോളൂ. കേറാൻ പാടല്ലേ. അപ്പോൾ അവിടെ ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. അവിടെ പോലീസുകാർ ഫസ്റ്റ് അവിടെ ഇടിച്ച സമയത്ത് മാത്രമേ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ തന്നെ കിടക്കുമ്പോൾ ഭയങ്കര സേഫ് അല്ല.